ഇവിടെ സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞത്. ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? ചന്തു എന്തിനാ റിയാക്ട് ചെയ്യണം? അത് നീ തന്തക്ക് പറഞ്ഞവനാണെങ്കിലേ അറിയാനൊക്കെ ഉള്ളു. ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നം. ഇതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? അയാളുടെ ഫീലിംഗിലാണ് കാര്യം. നമ്മുടെ കോമൺ സെൻസ് നീ കേറി കേറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തൊഴുത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒരു കുഴപ്പമില്ല. എവിടാണേലും ഇവിടെ വന്ന് കയറിയപ്പോ മുതൽ ഓങ്ങി വെച്ചത് അഞ്ഞാനൊരെണ്ണം നിനക്കിട്ട് പൊട്ടിക്കും. അപ്പൊ പാലക്കാരൻ എന്റെ കണ്ടോ? ഇവിടെ ഇരുന്ന് കാണിച്ചു കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. നമ്മളെ യൂണിയനിൽ അങ്ങനെ ഒരു നിയമം ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു വയറ്റിപ്പിഴപ്പല്ലേ? ഇവിടെ മുന്നിൽ ഇരുന്ന് കൈയടി ഇത്രയും പേരും കേട്ടതല്ലേ? ഞാൻ കാര്യം എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ക്യാമറ ആര് പറയൂടെ? ആര് പറയും? രംഗച്ചേട്ടൻ റെഡിയാക്കാം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ല. മനസ്സിലായില്ല. നീ കൊള്ളാലോ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. ലൈറ്റിലടിച്ചു വിടുന്നായി കാണുന്നേ. പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തോ അങ്ങനെയല്ല. ഇത് കിട്ടണത് നീ മേടിച്ചോ? നമ്മുടെ ഫ്ലോർ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. നിനക്കിത് വേണം. പക്ഷെ ഇപ്പൊ ഇവരെ കാണുമ്പോ എനിക്ക് അലക്കാൻ തോന്നുമോ? പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. ഒന്ന്, ഈ സലീംകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി വി ഡി സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ? മരണാനന്തര ചടങ്ങാണോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ. അല്ലല്ല, അതിൽ ഇന്നലെ ക്ലാരിഫൈ ചെയ്യണോ ഒരാൾ പറഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീംകുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഒരുപാട് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ ആണ്. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ.